നമ്മുടെ വാഹനത്തിൻ്റെ ബോണറ്റ് തുറന്നു നോക്കി കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിനോട് ചേർന്ന് നമുക്ക് പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഒരു ബെൽറ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ പലരും വിചാരിക്കുന്നത് ഇത് ടൈമിംഗ് ബെൽറ്റ് ആണെന്നുള്ളതാണ്. പക്ഷേ അത് ടൈമിംഗ് ബെൽറ്റ് അല്ല, ഇതിനെ സെർപ്പൻറ്റൈൻ ബെൽറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ടൈമിംഗ് ബെൽറ്റ് എവിടെയാണ്? എന്താണ് ഈ സെർപ്പൻറ്റൈൻ ബെൽറ്റും ടൈമിംഗ് ബെൽറ്റും തമ്മിലുള്ള വ്യത്യാസം? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഈ ടൈമിംഗ് ബെൽറ്റ് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിനെയും ക്യാം ഷാഫ്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബെൽറ്റാണ് ഈ ടൈമിംഗ് ബെൽറ്റ്. അപ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്ന സമയത്ത് ക്യാം ഷാഫ്റ്റും കറങ്ങും. അപ്പോൾ എന്തിനാണ് ഈ ക്യാം ഷാഫ്റ്റിനെ കറക്കുന്നത്? എന്താണ് ഈ ക്യാം ഷാഫ്റ്റ്? ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത് എഞ്ചിൻ്റെ വാൽവുകളെ കറക്റ്റ് സമയത്ത് തുറക്കാനും അടയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ്. നമുക്കറിയാം എഞ്ചിന് ഇൻലെറ്റ് വാൽവും ഉണ്ട്, എക്സോസ്റ്റ് വാൽവും ഉണ്ട്. ഈ ഇൻലെറ്റ് വാൽവിനും എക്സോസ്റ്റ് വാൽവിനും കറക്റ്റ് സമയത്ത് തുറക്കുകയും വേണം, അടയ്ക്കുകയും വേണം. അതാണ് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ജോലി. ഈ ക്യാം ഷാഫ്റ്റിന് മുകളിൽ കുറേ ക്യാം ലോബ്സ് മെഷീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് എത്ര വാൽവുകളുണ്ടോ അത്രയും ക്യാം പ്രൊഫൈൽസ് ആ ക്യാം ഷാഫ്റ്റിന് മുകളിൽ മെഷീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ക്യാം ലോബിൻ്റെ എക്സെൻട്രിക് ആയിട്ട് ആ കൂത്ത് നിൽക്കുന്ന ഭാഗത്തിനെ നോസ് എന്ന് പറയും. ഈ നോസ് വന്ന് ഫോളോവറിനെ തള്ളുന്ന സമയത്താണ് വാൽവുകൾ ഓപ്പൺ ആവുന്നത്. ഈ നോസിന് തള്ളലില്ലാത്ത സമയത്ത് വാൽവ് സ്പ്രിങ്ങുകൾ വാൽവിനെ അടച്ചു വെക്കുകയും ചെയ്യുന്നു. ഈ വാൽവുകൾ എപ്പോൾ തുറക്കണം, എത്ര സമയം തുറന്നിരിക്കണം, എപ്പോൾ അടയ്ക്കണം, ഇങ്ങനെയുള്ള ഒരു കൃത്യമായുള്ള ധാരണയിലാണ് ഈ ക്യാം ഷാഫ്റ്റ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന എഞ്ചിനുകളിലൊക്കെ എഞ്ചിൻ്റെ ഹെഡിൻ്റെ അകത്താണ് ക്യാം ഷാഫ്റ്റ് വരുന്നത്. ഇതിന് ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് എന്ന് പറയും. ഹെഡിൻ്റെ അകത്ത് ഒരു ക്യാം ഷാഫ്റ്റേ ഉള്ളൂന്നുണ്ടെങ്കിൽ അതിനെ സിംഗിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് എന്ന് പറയും. ഇതിനകത്ത് ഒരു ക്യാം ഷാഫ്റ്റ് ആയിരിക്കും ഇൻലെറ്റ് വാൽവുകളെയും എക്സോസ്റ്റ് വാൽവുകളെയും ഓപ്പൺ ചെയ്യുന്നത്. ഇനി ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് എഞ്ചിനുകളുണ്ട്. DOHC എഞ്ചിൻ എന്ന് പറയും. അതായത് ഇതിനകത്ത് ഹെഡിനകത്ത് രണ്ട് ക്യാം ഷാഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒന്ന് ഇൻലെറ്റ് വാൽവുകൾക്ക് വേണ്ടിയിട്ടും ഒന്ന് എക്സോസ്റ്റ് വാൽവുകൾക്ക് വേണ്ടിയിട്ടും. ഈ ക്യാം ഷാഫ്റ്റ് കറങ്ങിയാലേ വാൽവുകൾ കറക്റ്റ് സമയത്ത് തുറക്കുകയോ അടയുകയോ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ക്യാം ഷാഫ്റ്റിനെ കറക്കണം. നമുക്കറിയാം എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങും. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിനെ കറക്കത്തിനെ ക്യാം ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനാണ് ടൈമിംഗ് ഡ്രൈവുകൾ ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും 3 ടൈപ്പ് ടൈമിംഗ് ഡ്രൈവുകളുണ്ട്. ഒന്നാമതാണ് ഗിയർ ഡ്രൈവ്, അതായത് ടൈമിംഗ് ഗിയറുകൾ. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റിനെയും ക്യാം ഷാഫ്റ്റിനെയും ഗിയറുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ക്രാങ്ക് ഷാഫ്റ്റും ക്യാം ഷാഫ്റ്റും വളരെ അടുത്താണെങ്കിലാണ് ഈ ടൈമിംഗ് ഗിയറുകൾ ഉപയോഗിക്കാൻ സൂട്ടബിൾ ആവുന്നത്. ഈ ക്രാങ്ക് ഷാഫ്റ്റിനും ക്യാം ഷാഫ്റ്റിൻ്റെയും കറക്കത്തിന് അതിൻ്റെ സ്പീഡിനൊരു റിലേഷൻ ഉണ്ട്. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്നതിൻ്റെ പകുതി സ്പീഡിലെ ക്യാം ഷാഫ്റ്റ് കറങ്ങാവൂ. അങ്ങനെയാണ് ആ ടൈമിംഗ് ഡ്രൈവ് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ വരുന്ന എഞ്ചിനുകളിലൊക്കെ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ക്രാങ്ക് ഷാഫ്റ്റും ക്യാം ഷാഫ്റ്റും തമ്മിലുള്ള അകലം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ അകലം കൂടുന്നതുകൊണ്ട് തന്നെ ഇവിടെ ടൈമിംഗ് ബെൽറ്റോ അല്ലെങ്കിൽ ടൈമിംഗ് ചെയിനോ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ടൈമിംഗ് ബെൽറ്റ് എന്ന് പറയുന്നത് ഒരു റബ്ബർ ബെൽറ്റ് ആണ്. ഈ റബ്ബർ ബെൽറ്റിൻ്റെ മുകളിൽ ടീത്തുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതായത് പല്ലുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പല്ലുകൾ ഈ ബെൽറ്റിൻ്റെ പുള്ളിയിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ പല്ലുകൾ എന്തിനാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബെൽറ്റ് സ്ലിപ്പ് ആവാതെ കറക്റ്റ് ടൈമിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ടൈമിംഗ് ചെയിനിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ബെൽറ്റിനും പുള്ളിക്കും പകരം ചെയിനും സ്പ്രോക്കറ്റും ഉപയോഗിച്ചിട്ടാണ് ക്രാങ്ക് ഷാഫ്റ്റിനും ക്യാം ഷാഫ്റ്റിനും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഈ ബെൽറ്റിനെ അപേക്ഷിച്ച് ഈ ടൈമിംഗ് ചെയിൻ ഡ്രൈവിന് ഓയിൽ ലൂബ്രിക്കേഷൻ ആവശ്യമാണ്. ഈ സെർപ്പൻറ്റൈൻ ബെൽറ്റിന് ബാക്കിലായിട്ടൊരു കേസിങ്ങിൻ്റെ അകത്തായിരിക്കും ഈ ടൈമിംഗ് ബെൽറ്റോ അല്ലെങ്കിൽ ടൈമിംഗ് ചെയിനോ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ടൈമിംഗ് ബെൽറ്റ് ആണ് എഞ്ചിന് എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കേസിങ്ങിനകത്തായിരിക്കും ഈ ടൈമിംഗ് ബെൽറ്റ് ഉണ്ടായിരിക്കുക. ഇനി മെറ്റൽ കേസിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് ടൈമിംഗ് ചെയിനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്താണ് ഈ എഞ്ചിൻ്റെ പുറത്ത് കാണുന്ന ഈ ഒരു സെർപ്പൻറ്റൈൻ ബെൽറ്റ്? നമുക്കറിയാം നമ്മുടെ വാഹനത്തിൽ എഞ്ചിൻ്റെ പവർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന കുറച്ച് ആക്സസറീസ് ഉണ്ട്. ആൾട്ടർനേറ്റർ, കൂളൻ്റ് പമ്പ്, AC കംപ്രസർ, ഇനി ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗുള്ള വണ്ടിയാണെങ്കിൽ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ്, ഇതിനൊക്കെ എഞ്ചിൻ്റെ പവർ ഉപയോഗിച്ചിട്ട് കറക്കണം. ഇപ്പോഴത്തെ വാഹനങ്ങളിലൊക്കെ ഈ ആക്സസറീസിന് കറക്കാൻ വേണ്ടിയിട്ട് ഈ സെർപ്പൻറ്റൈൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പുള്ളിയിൽ നിന്ന് ഒരു സിംഗിൾ സെർപ്പൻറ്റൈൻ ബെൽറ്റ് ഉപയോഗിച്ചിട്ട് ഈ ആക്സസറീസിനെ മൊത്തത്തിൽ കറക്കുകയാണ് ചെയ്യുന്നത്. ഈ ടൈമിംഗ് ബെൽറ്റും സെർപ്പൻറ്റൈൻ ബെൽറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ജോലി തന്നെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ടൈമിംഗ് ബെൽറ്റിൻ്റെ ജോലി ക്രാങ്ക് ഷാഫ്റ്റിനെയും ക്യാം ഷാഫ്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്ത് കറക്റ്റായിട്ടുള്ള വാൽവ് ടൈമിംഗ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു സെർപ്പൻറ്റൈൻ ബെൽറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത് എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് പവർ എടുത്ത് ആക്സസറീസിനെല്ലാം കൂടെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ടൈമിംഗ് ബെൽറ്റിൻ്റെയും സെർപ്പൻറ്റൈൻ ബെൽറ്റിൻ്റെയും ഡിസൈനിൽ തന്നെ വ്യത്യാസമുണ്ട്. ടൈമിംഗ് ബെൽറ്റിൻ്റെ മുകളിൽ ക്രോസ് ടീത്തുകൾ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം ബെൽറ്റ് സ്ലിപ്പ് ആവാതെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഡ്രൈവ് അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ടീത്തുകൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ സെർപ്പൻറ്റൈൻ ബെൽറ്റിൻ്റെ മുകളിൽ നമുക്ക് മൾട്ടിപ്പിൾ വി ഗ്രൂസ് ലെങ്ത് വൈസ് കൊടുത്തിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ സെർപ്പൻറ്റൈൻ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ആക്സസറീസിൻ്റെ ഒക്കെ പ്രവർത്തനം അവിടെ നിൽക്കും. ഈ ആക്സസറീസിന് വർക്കിംഗ് നിന്ന് കഴിഞ്ഞാൽ അതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാണിങ്ങൾ നമുക്ക് ക്ലസ്റ്ററിൽ കാണും. നമ്മളെ കണ്ടിട്ട് വാഹനം നിർത്തി ആ പ്രശ്നം പരിഹരിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല.
പക്ഷേ ടൈമിംഗ് ബെൽറ്റാണ് പൊട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ക്രാങ്ക് ഷാഫ്റ്റും ക്യാം ഷാഫ്റ്റും വാൽവുകളും പിസ്റ്റണൊക്കെ ഒരു സിങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ടൈമിംഗ് ബെൽറ്റ് അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സിങ്ക്രണൈസേഷൻ നഷ്ടപ്പെടുകയും ഈ വാൽവുകൾ വന്നിട്ട് പിസ്റ്റണിൽ ഇടിക്കുകയും വാൽവ് ബെൻഡ് ആവുകയും പിസ്റ്റൺ ഡാമേജ് ആവുകയും അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള എഞ്ചിൻ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഈ ടൈമിംഗ് ബെൽറ്റോ ടൈമിംഗ് ചെയിനോ പൊട്ടുന്നത് എഞ്ചിന് വളരെയധികം ഡാമേജ് ഉണ്ടാക്കും. പക്ഷേ ടൈമിംഗ് ബെൽറ്റും ടൈമിംഗ് ചെയിനൊക്കെ പൊട്ടുന്നത് വളരെ റെയറാണ്. കാരണം വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള സമയത്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഈ ഒരു ടൈമിംഗ് ബെൽറ്റും ടൈമിംഗ് ചെയിനൊക്കെ റീപ്ലേസ് ചെയ്യേണ്ട ഒരു ടൈം പീരീഡ് മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ആ ബെൽറ്റോ ചെയിനോ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ടൈമിംഗ് ബെൽറ്റിനെ കുറിച്ചും ഈ സർപ്പൻറ്റൈൻ ബെൽറ്റിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഉദ്ദേശിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.